ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല തലങ്ങളുണ്ടല്ലോ. ചിന്തയുടെ ഒരു തലം, ആഗ്രഹങ്ങളുടെ ഒരു തലം, വ്യക്തിബന്ധങ്ങളുടെ ഒരു തലം, അങ്ങനെ പല ഏരിയ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് സന്തോഷവും സംതൃപ്തിയൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിനൊരു പൊതു സ്വഭാവമുണ്ട്. സാമൂഹ്യപരമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ത്രീ പുരുഷന്മാർ അവരിതിനെക്കുറിച്ച് ആവശ്യത്തിന് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, ഫാൻറ്റസി കാണുന്നു, ആസ്വദിക്കുന്നു, പൊതുവേ പോസിറ്റീവായിട്ട് കാണുന്നു? എന്നാൽ ചിലരങ്ങനല്ല. അവർക്കിതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഫാൻറ്റസി കാണാൻ പറ്റുന്നില്ല, അവർക്കിതിനകത്ത് പ്രത്യേകിച്ചൊരു രസം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താണിതിന് കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പലർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും 90 വയസ്സായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ചിന്തകളൊക്കെ മനസ്സിൻ്റെ ഒരു പ്രത്യേക തലത്തിലുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളില്ല, ചിന്തകളില്ല, പ്രവൃത്തികളോ കാഴ്ചകളോ ഒന്നുമില്ല, പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതിന് ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കാരണം കാണും. എന്നാൽ ചില ആൾക്കാർ അങ്ങനല്ല. എത്ര പ്രതികൂലമായ സാഹചര്യമായാലും സ്വയമാണെങ്കിലും ഇത് ചെയ്ത് സംതൃപ്തി കണ്ടെത്തുന്നവരുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ, നാഡീഞരമ്പുകളെയൊക്കെ ശക്തിപ്പെടുത്താനും സ്റ്റിമുലേറ്റ് ചെയ്യാനുമുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ പ്രകൃതിയാൽ തന്നെയുള്ള ഏറ്റവും നല്ല രീതി ഇതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് എല്ലാ നാഡീഞരമ്പുകളും വലിഞ്ഞു മുറുകി റിലാക്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി മനസ്സിൻ്റെ തലത്തിൽ അതിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർക്ക് രോഗപ്രതിരോധ സംവിധാനം കുറച്ചുകൂടെ ശക്തമാണ്. ചിലരാണെങ്കിൽ ഏത് പ്രായത്തിലും ഇതേക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ഫാൻറ്റസി കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ സമയത്ത് അവരുടെ ബ്രെയിൻ സിസ്റ്റത്തിലെ കോശങ്ങളുണ്ടല്ലോ പോസിറ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ സന്തോഷം അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുമുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ചിലർക്കിത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു, എന്തുകൊണ്ട് ചിലർക്കിത് പറ്റുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇതിനോട് ഇഷ്ടം തോന്നിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കോഡ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടത്തിൻ്റെ ഈ കോഡ് നമ്മളിലേക്ക് വരുന്നത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ ഈ കോഡ് ഒരു ഫാൻറ്റസിയായിട്ട് മാറുന്നു. ഇത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൽ നിന്നും പോകത്തില്ല. അത് ഒരുപക്ഷെ ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിനോട് തോന്നുന്ന ഇഷ്ടമായിരിക്കാം, അങ്ങനെ പലതുമായിരിക്കാം. എന്നാൽ ചിലരുടെ മനസ്സിൽ ഈ ഒരു കാര്യം വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു കാഴ്ച കണ്ടാൽ പോലും അത് ആസ്വദിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ വല്ലാത്ത ബോറിങ് തോന്നും ലൈഫിനോട് തന്നെ. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, അതിനിടയ്ക്കൊക്കെ ഒന്ന് ആകാംക്ഷപ്പെടണം. ഞാനീ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാഹചര്യങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. എന്നാൽ മനസ്സിൻ്റെ തലത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാം, ഓർക്കാം, അല്ലെങ്കിൽ ചിലരോട് സംസാരിക്കുമെങ്കിലും ചെയ്യാം. പലരും ആരുടെയൊക്കെയോ കാരണം പറഞ്ഞ്, എന്തൊക്കെയോ കാരണം പറഞ്ഞ് ലൈഫ് സ്റ്റൈൽ മാറ്റുന്നു. അത് അങ്ങനെയാകേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ സിസ്റ്റങ്ങളാണ്. അപ്പം നമ്മുടെ ലൈഫിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അതിനനുസരിച്ചുള്ള ഒരു എനർജി ലെവലായിരിക്കും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അറിയാതെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെ തൃപ്തിപ്പെടുത്താൻ ആരും ബാധ്യസ്ഥരും അല്ല. ഇതൊരാളിൻ്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ. നമുക്കുള്ളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനേ പറ്റൂ. ഇനി ആരുമായിട്ടും ഷെയർ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും സ്വയം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നൊരു കാര്യമുണ്ട്, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ആരും ഷെയർ ചെയ്യത്തില്ല. അത്രയ്ക്ക് അടുപ്പവും വിശ്വാസവും ഉള്ളവരോട് മാത്രമേ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയാറുള്ളൂ. ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും ഓരോരുത്തർക്കും ഓരോ ഫീച്ചേഴ്സാണല്ലോ ഇഷ്ടം. ചിലർക്ക് തലമുടിയായിരിക്കും, ചിലർക്ക് കണ്ണുകളായിരിക്കും, ചിലർക്ക് സ്കിന്നായിരിക്കും, ചിലർക്ക് നിറമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫീച്ചേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ ചില ഇഷ്ടങ്ങളുണ്ട്. ആക്ച്വലി ഇതെല്ലാം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയ, എന്നുവെച്ചാൽ വിശ്വാസമായിട്ട് തുറന്നു പറയാൻ പറ്റിയ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വേണം. അപ്പം നമ്മുടെ ചുറ്റിനും ഇതുപോലുള്ള എനർജി ലെവൽ ഹൈ ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്.
സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. ആകർഷിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ ആകർഷണം ഉണ്ടാക്കാനാണ് ആരോഗ്യവും സന്തോഷവുമുള്ള സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശ്രമിക്കുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് എന്തിനോടാണോ ഇഷ്ടം അതുമായിട്ട് ബന്ധപ്പെട്ട ആകർഷണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നല്ല വിശപ്പ് വരുമ്പോൾ എവിടുന്നെങ്കിലും ആഹാരം കണ്ടെത്തത്തില്ലേ എന്ന് പറയുന്ന പോലെ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.